സങ്കീർത്തനം 68:13. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. ഇവിടെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേല്യർ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും അതിനുശേഷം ദൈവം അവർക്ക് നൽകിയ മഹിമയെയും കാണുവാൻ സാധിക്കുന്നു. തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുക എന്നതുകൊണ്ട് ദാരിദ്ര്യം, കഷ്ടപ്പാട് എന്നൊക്കെ അർത്ഥമാക്കുന്നു. വെള്ളി നിറഞ്ഞ പ്രാവിൻ്റെ ചിറകുകൾ എന്നതുകൊണ്ട് ഇസ്രായേൽ ജനം നേടിയെടുത്ത ശുദ്ധിയെയും സമൃദ്ധിയെയും കാണിക്കുന്നു. പ്രാവ് എന്നത് സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണല്ലോ. പൈമ്പൊന്ന് അല്ലെങ്കിൽ ശുദ്ധമായ പൊന്ന്, പൂശിയ തൂവലുകൾ എന്നതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന രാജകീയ മഹിമയെയും ആത്മീയ ഔന്നത്യത്തെയും കാണിക്കുന്നു. നാം എത്ര വലിയ കഷ്ടതയുടെ, നിരാശയുടെ, ദാരിദ്ര്യത്തിൻ്റെ നടുവിലാണെങ്കിലും ദൈവകൃപയാൽ നമുക്ക് വലിയ മാറ്റം സംഭവിക്കും എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. തൻ്റെ കൈയുടെ നിഴലിൽ നമ്മെ മറച്ച് ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ച് നമ്മെ സൗന്ദര്യമുള്ളവരാക്കി ദൈവം മാറ്റുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല നമ്മുടെ ആത്മീയ സൗന്ദര്യം വർദ്ധിക്കുന്നത്. ഒരു പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും തൂവലുകൾ ശുദ്ധമായ പൊന്നുകൊണ്ടും പൊതിയുവാൻ അതിനാകുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന് മാത്രമേ മാറ്റുവാൻ കഴിയൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നൽകുന്നത് ദൈവമായ കർത്താവാണ്, അല്ലാതെ നമ്മുടെ പ്രയത്നം കൊണ്ടല്ല. സദൃശ്യവാക്യങ്ങൾ 10:22 യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്നെഴുതിയിരിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയോ കഷ്ടതയുടെയോ ആയ തൊഴുത്തുകളിൽ കിടക്കുന്ന വ്യക്തിയെ വെള്ളിയിലും പൊന്നിലും പൊതിഞ്ഞ പ്രാവിനെ പോലെ ആക്കി തീർക്കുന്നത് ദൈവകൃപയാണ്. ദൈവം ഉറപ്പായും അപ്രകാരം ചെയ്യുകയും ചെയ്യും. ലൂക്കോസ് 2:7 യേശു കുഞ്ഞിനെ വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് നാം വായിക്കുന്നു. എന്നാൽ ദൈവം യേശു കർത്താവിന് ഏറ്റവും വലിയ നാമം നൽകി, പദവി നൽകി, അധികാരമൊക്കെയും നൽകി മാനിച്ചു. 1 കൊരിന്ത്യർ 6:11 നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. തൊഴുത്തിലെന്ന പോലെ പാപാവസ്ഥയിൽ കിടന്ന നമ്മെ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വെള്ളിയും പൊന്നും കൊണ്ടെന്ന പോലെ തേജസ്സുള്ളവരാക്കി ദൈവം നമ്മെ മാറ്റി. ദൈവത്തിന് സ്തോത്രം പറയാം. എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവരായി മുന്നേറാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ശ്രേഷ്ഠമേറിയ പദ്ധതികൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.